ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻജിയോസ്പോം അനാട്ടമി റീപ്രൊഡക്റ്റീവ് ബോട്ടണി ആൻഡ് പാലനോളജി എന്ന് പറയുന്ന ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നോക്കുന്നത്. അതിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുകയാണ്. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് അലൂറോൺ ഗ്രെയിൻസ്? എന്താണ് അലൂറോൺ ഗ്രെയിൻസ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ് അലൂറോൺ ഗ്രെയിൻസ്? ഇങ്ങനത്തെ കുറച്ച് ടേംസ് നമ്മുടെ ആൻജിയോസ്പോം അനാട്ടമീൻ്റെ ഭാഗത്ത് ഒരുപാട് അങ്ങനത്തെ ടേംസ് ഉണ്ട്. അതൊക്കെ നോക്കി വയ്ക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അത് ഓരോന്ന് എഴുതിയിട്ട് എന്താണെന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് അലൂറോൺ ഗ്രെയിൻസ്? എന്താണ് പെരിഡേം? എന്താണ് നെക്ടറേസ്? എന്താണ് ലൈസോജിനസ് ഡക്റ്റ്? എന്താണ് എപ്പിക്കൽ തിയറി? എന്താണ് ഡ്രൂസസ്? എന്താണ് വാസ്കുലാർ റേസ്? എന്താണ് ആർട്ടിക്കുലേറ്റഡ് ആൻഡ് നോൺ ആർട്ടിക്കുലേറ്റഡ് ലാക്റ്റിസിഫറസ്? ഇത്ര ക്വസ്റ്റ്യൻസ്, അതായത് 8 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനാട്ടമിയിൽ നിന്ന് വന്നതാണ്. 8 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ് അനാട്ടമിത്തെ ഭാഗമാണ്. പിന്നെ വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്. എന്താണ് എംബ്രയോസാക്ക്? എന്താണ് പോളൻ വാൾ? എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? എന്താണ് പോളൻ അലർജീനെ കുറിച്ചൊരു നോട്ട് എഴുതാൻ. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് വന്നിട്ടുണ്ട്? റീപ്രൊഡക്റ്റീവ് ബോട്ടണി ആൻഡ് പാലനോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇതിൽ 2 ക്വസ്റ്റ്യൻ റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിന്ന് വരുന്നതാണ്. ഈ 2 ക്വസ്റ്റ്യൻ പാലനോളജീൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബി നോക്കാം. ഇതിലിപ്പോൾ ഓരോ പോയിൻ്റ് നമ്മളിപ്പോൾ ഓരോ ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി എന്താണ് സെക്രട്ടറി ടിഷ്യൂസ്? അതാണ് ആദ്യത്തെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ ബിഗ്നോണിയയിലുള്ള അനോമല സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ അനോമല സെക്കൻഡറി ഗ്രോത്ത് നമുക്ക് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ബിഗ്നോണിയ, ബൊർഹാവിയ ആൻഡ് ഡ്രസീന. ഈ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് സിലബസിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് 3ഉം തരമായിട്ട് പഠിക്കാം. കാരണം അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും. ഒന്നെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഇപ്പോൾ ഇവിടെ 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, പിക്ചർ കൂടെ വരച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിക്ചർ കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിക്ചർ കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിൽ താനേ മാർക്ക് വീഴും. വെറുതെ ഓരോ പിക്ചർ വരയ്ക്കാന്നല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പിക്ചേഴ്സൊക്കെ വരച്ച് നല്ല എഴുതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കാനാണ്. പിന്നെ സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്ത്. എന്താണ് സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്ത്? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ്. സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സെക്കൻഡറി ഗ്രോത്ത് ആണ് സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെന്ന് വന്നതാണ്? നമ്മുടെ പ്ലാന്റ് അനാട്ടമീൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. ഇനി വരുന്ന 3 ക്വസ്റ്റ്യൻസ്. എന്താണ് മൈക്രോസ്പോറോജെനസിസ്, എംബ്രയോ സ്ട്രക്ചർ, സിപ്സെല്ല ടൈപ്പ് എംബ്രയോ സ്ട്രക്ചർ, പിന്നെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിനെക്കുറിച്ചൊരു അക്കൗണ്ട്. അതായത് മെഗാസ്പോറോജെനസിസ് ആ ഒരു ഭാഗത്തു നിന്നാണ് അത് വരുന്നത്. പിന്നെ നമ്മുടെ എംബ്രയോസാക്കിൻ്റെ ഫോർമേഷൻ, അതാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം എന്നാന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ് കോംപ്ലക്സ് ടിഷ്യൂ, അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും. കോംപ്ലക്സ് ടിഷ്യൂ അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മുടെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനും. സൈലത്തിൻ്റെ നമുക്കറിയാം സൈലം പാരങ്കൈമ, സൈലം ട്രക്കീഡ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടും അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ പോളിനേഷനിൽ ബാരിയേഴ്സ്, ഫെർട്ടിലൈസേഷൻ്റെ ബാരിയേഴ്സാണ് ചോദിക്കുന്നത് അടുത്തൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്ലാന്റ് അനാട്ടമിയിൽ നിന്നും ഒന്ന് റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്നത് 2022 ക്വസ്റ്റ്യനാണ്. എന്താണ് റാഫിഡ്സ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോൺ ലിവിങ് ഇൻക്ലൂഷൻ്റെ ആ ഭാഗത്തുള്ള പോർഷൻസാണ്. പിന്നെ ഹിസ്റ്റജൻ തിയറി എന്താണ്? ഹൈഡത്തോഡ് എന്താണ്? പ്രോട്ടോഡേം എന്താണ്? എന്താണ് ഹാർഡ്വുഡ്, സാപ്വുഡ്?
ഇതൊക്കെ എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ്. നെക്ടറീസ് വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് വന്നു, കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് അലൂറോൺ ലെയർ, അതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓയിലും ഫാറ്റും കുറിച്ച് ഒരു നോട്ട് എഴുതാൻ. പിന്നെ പോളിഗോൺ ടൈപ്പ് ഓഫ് എംബ്രയോസാക്കിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ. കഴിഞ്ഞൊരു ഇതിൽ എന്താ കണ്ടത്, ജസ്റ്റ് എംബ്രയോസാക്ക് മാത്രമാണ് പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് പോളിഗോൺ ടൈപ്പ്, ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ പോളൻ വാളിനെ കുറിച്ചിട്ട് വീണ്ടും ഒരു നോട്ട് എഴുതാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞതിലും പോളൻ വാളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോളൻ അലർജീനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് മോണോക്കോട്ട് എംബ്രയോനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻ പാലനോളജി ആണ് ചോദിക്കുന്നത്. ഓക്കെ, പാലനോളജീൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റൂട്ട് അപെക്സ്, എന്താണ് എക്സ്ട്രാ സീലർ സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് സ്റ്റെമിൽ എക്സ്ട്രാ സീലർ സെക്കൻഡറി തിക്കനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വാസ്കുലാർ ബണ്ടിൽസിനെ കുറിച്ചിട്ട് അക്കൗണ്ട് എഴുതാൻ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പറ്റിയിട്ട് എഴുതാൻ. പിന്നെ പാലനോളജീൻ്റെ എക്കണോമിക് ആൻഡ് ടാക്സോണമിക് ഇമ്പോർട്ടൻസ്, ഇന്ത്യൻ എംബ്രയോളജിസ്റ്റിനെ കുറിച്ചൊരു അക്കൗണ്ട്. പിന്നെ മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് എംബ്രയോൻ്റെ കമ്പയർ ചെയ്ത് ഞാൻ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റാണ്. 4 ക്വസ്റ്റ്യൻ പ്ലാന്റ് അനാട്ടമിയിൽ നിന്ന്, 3 ക്വസ്റ്റ്യൻ പാലനോളജി റീപ്രൊഡക്റ്റീവ് ബോട്ടണി ആൻഡ് പാലനോളജീൻ്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബൊർഹാവിയൻ്റെ സെക്കൻഡറി ഗ്രോത്ത്, ഞാൻ പറഞ്ഞു അനോമല സെക്കൻഡറി ഗ്രോത്ത് എന്തായാലും പഠിക്കാം. 10 മാർക്കിനോ 5 മാർക്കിനോ വരാം. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടിഷ്യൂവിൻ്റെ ഫംഗ്ഷനും സ്ട്രക്ചറുമാണ്. അതായത് നമ്മുടെ പാരങ്കൈമ, കൊളങ്കൈമ, സ്ക്ലീറങ്കൈമ, അതിനെ കുറിച്ചിട്ട് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ട് എഴുതാനായിട്ടാണ് വന്നത്. ഇതിൽ 2 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എന്തെന്നാണ് വന്നിട്ടുള്ളത്, പ്ലാന്റ് അനാട്ടമിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, 2020 കോപ്പർ ക്യാപ്പ് തിയറി, കാലോസ് ടിഷ്യൂ എന്താണ്, പിന്നെ വുഡി പ്ലാന്റ്സിൽ ഡാർക്കായിട്ടുള്ള സെൻട്രൽ പോർഷൻ ഡാർക്കായിട്ടാണ് കാണുന്നത്, അതിൻ്റെ റീസൺ എന്താണ്. അപ്പോൾ കുറച്ചൊരു അപ്ലിക്കേഷൻ ലെവലിലുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഹാർഡ് വുഡ് അങ്ങനെയൊന്നും ചോദിക്കാതെ കറക്റ്റ് എന്തുകൊണ്ടാണ് അതിൻ്റെ സെൻറ്ററിൽ എന്താണ് ഡാർക്കായിട്ട് വരുന്നത്, അപ്പോൾ ഹാർഡ് വുഡ് ആണല്ലോ അങ്ങനത്തെ ഡാർക്കായിട്ട് വരുന്നത്, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ മെരിസ്റ്റംസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ടൈലസോള്, എന്താണ് പാലനോളജി, എന്തുകൊണ്ടാണ് ഗ്രാസിൽ റഫായിട്ട് ലീഫ് റഫായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ നോൺ ലിവിങ് ഇൻക്ലൂഷൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന ഭാഗമാണ് കേട്ടോ. അതൊക്കെ അപ്ലിക്കേഷൻ ലെവലിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഇന്ത്യൻ എംബ്രയോളജിസ്റ്റിൻ്റെ ആ ഒരു നെയിംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും അവരുടെ കോൺട്രിബ്യൂഷൻ എഴുതാനുമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ പോളൻ വാളിൻ്റെ സ്ട്രക്ചർ, ഇത് പോളൻ വാൾ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മോണോക്കോട്ട് എംബ്രയോ അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രോമെരിസ്റ്റം, പിന്നെ റിംഗ് പോറസ് ആൻഡ് ഡിഫ്യൂസ്ഡ് പോറസ് വുഡ്. ഇത് ഇപ്പോൾ നമുക്ക് പല ടൈപ്പ് വുഡ് പഠിക്കാനുണ്ട്. ഹാർഡ് വുഡ്, സാപ്പ് വുഡ്, റിംഗ് പോറസ് വുഡ്, ഡിഫ്യൂസ്ഡ് പോറസ് വുഡ്, ഓട്ടം വുഡ്, സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, അങ്ങനെ കുറച്ച് ടൈപ്പ് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, അതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി എന്താണ് ആനുവൽ റിങ്സ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓർഗനൈസേഷൻ ഓഫ് റൂട്ട് എപ്പിക്സ് ഇൻ ഡൈക്കോട്ട്സ്, ഡൈക്കോട്ടിലെ റൂട്ട് എപ്പിക്സിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, നമ്മൾ തിയറിയും കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ എക്കണോമിക് ആൻഡ് ടാക്സോണമിക് ഇമ്പോർട്ടൻസ് ഓഫ് പാലനോളജി, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാംസ് അനാട്ടമിക്കൽ ഫീച്ചർ ഓഫ് ലാക്ടിഫറസ് ടിഷ്യൂ, ആഡ് എ നോട്ട് ഓൺ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ലാക്ടസ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. അത് ലാക്ടിഫറസ് ടിഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെഗാസ്പോറോജെനസിസ്, എന്താണ് മെഗാസ്പോറോജെനസിസ്, എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ. നല്ല കോമൺ ആയിട്ടുള്ള നമ്മളെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് എന്ത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നൊക്കെ പറയുക, സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ, ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ആ ഒരു ഭാഗം. പിന്നെ പോളൻ ഗ്രെയിൻസിൻ്റെ ഷേപ്പും അപ്പർച്ചൽ മോർഫോഫോംസും എന്നെ കുറിച്ച് നോട്ട് എഴുതാനാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സിമ്പിൾ ടിഷ്യൂസ്, അതിൻ്റെ ഫംഗ്ഷൻ, സ്ട്രക്ചർ, അതിൻ്റെ ഒക്കറൻസ്, ഫങ്ഷൻസ്, ഡയഗ്രാംസ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സിമ്പിൾ ടിഷ്യൂ. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ഓർത്ത് വയ്ക്കുക. സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ, അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ നമ്മുടെ ഡ്രസീനേൻ്റെ അനോമൽ സെക്കൻഡറി ഗ്രോത്ത് ഇപ്പോൾ 3 ചോദിച്ചു കണ്ടു അല്ലേ. ഇപ്പോൾ ഡ്രസീനേൻ്റെ ചോദിച്ചിട്ടുണ്ട്, ബിഗ്നോണിയൻ്റെ ചോദിച്ചിട്ടുണ്ട്, ബൊറഹാവിയൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അത് പഠിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എളുപ്പമുള്ള ഭാഗം തന്നെയാണ്. പിന്നെ വരുന്നത് എന്താണ്, പോളിഗോണം എംബ്രയോസാക് ഡെവലപ്മെൻറ്റ് ഇൻ പോളിഗോണത്തിലെ എംബ്രയോസാക് ഡെവലപ്മെൻറ്റ്. പോളിഗോണം ടൈപ്പ് നമ്മൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ആ കോളേജ് നടത്തുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ എടുത്തപ്പോൾ കിട്ടിയതുണ്ട് 2020 എന്നാണ് കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് കോളൻകൈമൻ്റെ ഫംഗ്ഷൻ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സ്ക്ലീറൈഡ്സും ഫൈബേഴ്സും, എന്താണ് ക്യുസെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസ്റ്റജൻ തിയറി, പി മഹേശ്വരീൻ്റെ എംബ്രയോളജിയിലുള്ള കോൺട്രിബ്യൂഷൻ. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതെങ്കിലും എംബ്രയോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എല്ലാ എംബ്രയോളജിസ്റ്റിൻ്റെയും പേരും അവരുടെ കോൺട്രിബ്യൂഷനും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ പോളൻ മോർഫോളജീനെ കുറിച്ചിട്ട് അക്കൗണ്ട് എഴുതാൻ. എന്താണ് എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്, ടെപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എൻഡോസ്പേമും അതിൻ്റെ ഫംഗ്ഷനും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മോണോകോട്ട് ഡൈക്കോട്ട് ലീഫിൻ്റെ ഡിഫറൻസ് എന്താണ് അലൂറോൺ ഗ്രെയിൻസ്, എന്താണ് ഹൈഡത്തോട്സ്. ഇതിലിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹേശ്വരീൻ്റെ ക്വസ്റ്റ്യൻ എംബ്രയോളജി എന്നാണ്, പോളൻ മോർഫോളജി എംബ്രയോളജിയാണ്, ടെപ്പീറ്റം എംബ്രയോളജിയാണ്. 3 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. ഓക്കെ, എൻഡോസ്പേമും എംബ്രയോളജിയിലാണ് വരുന്നത്. ഓക്കെ, 4 ക്വസ്റ്റ്യനായി. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് പ്ലാന്റിൻ്റെ സെൽവാൾ സ്ട്രക്ചർ, സെൽവാൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് പ്ലാന്റ്സിലുള്ളത്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ മെഡിസിനത്തിൻ്റെ ഒറിജിൻ, പൊസിഷൻ, അതിൻ്റെ പ്ലെയിൻ ഓഫ് ഡിവിഷൻ വെച്ചിട്ട് മെഡിസിനത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എൻഡോസ്പേമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് എൻഡോസ്പേം ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാലിനോളജി, സ്യൂട്ടബിൾ എക്സാമ്പിൾസ് വെച്ചിട്ട് പാലിനോളജീൻ്റെ ടാക്സോണമിക് ഡിസ്പ്യൂട്ട്സ് ഇൻ ആൻജിയോസ്പേം. അതായത് എക്കണോമിക് ആൻഡ് ടാക്സോണമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഇതില്ലേ, എക്കണോമിക് ആൻഡ് ടാക്സോണമിക് ഇമ്പോർട്ടൻസ് ഓഫ് പാലിനോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കില്ലേ, അതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഡയഗ്രാംസ് വെച്ചിട്ട് കോംപ്ലക്സ് ടിഷ്യൂവിൻ്റെ ഒറിജിൻ, ഫങ്ഷൻ ആൻഡ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്, കോംപ്ലക്സ് ടിഷ്യൂ, സിമ്പിൾ ടിഷ്യൂ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ ആന്തറിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഡെഹിസൻസിനെ കുറിച്ച് നോട്ട് എഴുതാൻ ഡയഗ്രാം ഒക്കെ വെച്ചിട്ട്. പിന്നെ എക്സ്ട്രാ സീലർ സെക്കൻഡറി ഗ്രോത്തും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിൻ്റെതിൽ ആദ്യം വന്നിരിക്കുന്നത് എംബ്രയോസാക്ക്. ആൻജിയോസ്പേമിൽ പലതരത്തിലുള്ള എംബ്രയോസാക്കിൻ്റെ ഡയഗ്രം, അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ സജിറ്റേറിയ ടൈപ്പും സിപ്സെല്ല ടൈപ്പും എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വരുന്നത് ബൊറാവിയേൻ്റെ സെക്കൻഡറി ഗ്രോത്ത്. വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബൊറാവിയേൻ്റെ സെക്കൻഡറി ഗ്രോത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ആ ഒരു കോളേജ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ മാതിരിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല. അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ഹൈഡത്തോട്, എന്താണ് കളറിംഗ് മാറ്റർ ഇൻ സെല്ല്, ക്ലോറങ്കൈമ, പാരങ്കൈമ ആൻഡ് അയറങ്കൈമേൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ബുള്ളിഫോം സെൽസ്, ഡൈക്കോട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ എന്താണ്, എപ്പിഡെർമിസും എൻഡോഡെർമിസും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, വാസ്കുലാർ കാമ്പിയം, എന്താണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് പ്ലാന്റ്സിൽ, എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓവ്യൂൾസ്, ടപ്പീറ്റം, അതൊക്കെയാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. പിന്നെ നൈട്രോജനസ് വേസ്റ്റ്, റൂട്ട് അപ്പെക്സ്, കൊളാട്രൽ ആൻഡ് ബൈക്കൊളാട്രൽ വാസ്കുലാർ ബണ്ടിൽസ്, ബിഗോണിയൻ്റെ സെക്കൻഡറി ഗ്രോത്ത്, മോണോകോട്ട് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ്, എംബ്രിയോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, എക്സൈൻ്റെ സ്ട്രക്ചർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ പ്രൈമറി ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രൈമറി ഇല്ലസ്ട്രേഷൻസ്, ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേം.
അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തോന്നുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി ഇതും അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണ് പ്രിമിറ്റീവ് ടിഷ്യൂ, എന്താണ് ഷൈസോജിനസ് ആൻഡ് ലൈസോജിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, സമ്മർ വുഡ്, ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് എന്തൊക്കെയാണ് പ്ലാന്റ്സിൽ, എന്താണ് റൂട്ട് എപ്പെക്സ്, മോണോക്കോട്ടിൽ റൂട്ട് എപ്പെക്സ്, പിന്നെ ഇനീഷ്യൽ ഡെറിവേറ്റീവ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽസ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ഹൈഡത്തോഡ്സിൻ്റെ റോള്, ടെപ്പി ഇറ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ്, ക്ലീവേജ്, പോളി എംബ്രയോണി, പോളിനേഷൻ. ഈ കോളേജ് നടത്തുന്ന എന്താണ് എക്സാമിൻ്റെ പേപ്പർ കുറച്ചുകൂടി ടഫാന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് അങ്ങനെയല്ല, ഡയറക്റ്റ് ചോദിക്കാതെ കുറച്ച് തീരെ ചോദിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ ചോദിക്കുന്ന മാതിരി തോന്നി. ഓക്കെ, പോളൻ അലർജൻസ് അതൊക്കെ റിപ്പീറ്റഡ് ആണ് എന്നാലും. പിന്നെ സെക്രട്ടറി മെറ്റീരിയൽസ് ഇൻ സെല്ല്, പാരങ്കൈമ സെൽസ് ഇൻ പ്ലാന്റ്സ്, സീവ് എലമെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ് ഇൻ മോണോക്കോട്ടിലിഡൻസ്, ഡൈക്കോട്ടും മോണോക്കോട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതന്നെ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റെം, റൂട്ടും സ്റ്റെം കേട്ടോ. കൺജോയിൻ്റ് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പും എക്സാമ്പിളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർട്ട് സിയിൽ വരുന്നത് ഇൻട്രാസ്റ്റീല സെക്കൻഡറി ഗ്രോത്തും പിന്നെ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റുമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും എന്താണ് ഈ ഒരു കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു ക്വസ്റ്റ്യൻ്റെ ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജസ്റ്റ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് പറയാം ഏതൊക്കെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാകും. ഈ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലാകും. 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക. ഓക്കെ.